മറക്കാതെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി ഇനിയുണ്ട്. അതായത് നമ്മൾ ബാലറ്റ് യൂണിറ്റുകളിലെ മുഴുവൻ ബട്ടൺസും അൺമാസ്ക് ചെയ്ത് വെച്ചിരിക്കുക. അതായത് ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ചുള്ളത് കഴിച്ച് ബാക്കി ഉള്ളവ മാസ്ക് ചെയ്യണം. മൂന്നാമത്തെ ബാലറ്റ് യൂണിറ്റിന്റെ അവസാന ബട്ടൺ എൻഡ് ഒഴികെയുള്ളത് നമ്മൾ മാസ്ക് ചെയ്യണം. ആ മാസ്കിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അതിനുവേണ്ടി വീണ്ടും നമ്മൾ ബാലറ്റ് യൂണിറ്റിന്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ 5 സ്ഥാനാർത്ഥികളാണുള്ളത്. ആ 5 സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ് ബാക്കിയുള്ളത് മുഴുവൻ ബാലറ്റ് ബട്ടൺ മാസ്ക് ചെയ്യുന്നു. അതിന്റെ കവറിട്ട് മൂടി വെക്കുന്നു. എൻഡ് ഉൾപ്പെടെ, ഒന്നാമത്തെ ബാലറ്റ് യൂണിറ്റിന്റെ എൻഡ് ഉൾപ്പെടെ മുഴുവൻ മാസ്ക് ചെയ്യുന്നു. അങ്ങനെ അത് വെക്കുകയാണ്. രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റിലും നമ്മൾ പറഞ്ഞു 3 സ്ഥാനാർത്ഥികളല്ലേ, ആ 3 സ്ഥാനാർത്ഥി കഴിച്ചുള്ള മുഴുവൻ മാസ്കുകളും മാസ്ക് ചെയ്ത് വെക്കുകയാണ്. മൂന്നാമത്തെ ബാലറ്റ് യൂണിറ്റിലും 3 സ്ഥാനാർത്ഥികളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ബട്ടണുകൾ മാസ്ക് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കാൻ, മൂന്നാമത്തെ ജില്ലാ പഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റിന്റെ എൻഡ് ബട്ടൺ മാസ്ക് ചെയ്യാൻ പാടില്ല. അൺമാസ്കിംഗ് പൊസിഷനിൽ, അതായത് ആ എൻഡ് ബട്ടൺ നമുക്ക് കാണത്തക്ക നിലയിലായിരിക്കണം വെക്കേണ്ടത്. അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ഇത് അടച്ചു വെക്കുന്നു. ഇനിയും മറന്നു പോകാതെ ബാലറ്റ് യൂണിറ്റിൽ ചെയ്യേണ്ട സീലിംഗ് കൂടി നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. അതായത് ഒന്നാമത്തെ ബാലറ്റ് യൂണിറ്റ് എടുക്കുന്നു. അതിന്റെ മെയിൻ ഡോർ തുറന്ന് ഈ ട്രാൻസ്പെറന്റ് ഡോറിന്റെ ബാക്ക് സൈഡിൽ ഇവിടെയും ടോയിൻ ഉപയോഗിച്ചുകൊണ്ട് അഡ്രസ് ടാഗ് വെച്ചുകൊണ്ട് വാക്സ് ഉരുക്കി ഒഴിച്ചുകൊണ്ട് സീൽ ചെയ്യണം. നമ്മൾ സീൽ ചെയ്യാൻ സമയമായി കഴിഞ്ഞാൽ പവർ ഓഫ് ചെയ്ത് ഡിസ്കണക്ട് ചെയ്തിട്ടായിരിക്കണം സീലിംഗ് പ്രോസസ് നടപടി. കാരണം മെഴുകുതിരി കത്തിക്കുന്നുണ്ട്, വാക്സ് ഉരുക്കി ഒഴിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് മറിക്കുമ്പോൾ ഈ കണക്ഷൻ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. ഡിസ്കണക്ട് ചെയ്യുന്നു. ആദ്യം പവർ ഓഫ് ചെയ്യുന്നു. ഡിസ്കണക്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞ ഓർക്കുന്നുണ്ടല്ലോ, ലാച്ചുകൾ പ്രസ് ചെയ്തുകൊണ്ട് ഡിസ്കണക്ട് ചെയ്യുന്നു. ഏകദേശം 1 മീറ്റർ നീളമുള്ള ടോയിൻ, നല്ല ഷാർപ്പ് ടോയിൻ ആയിരിക്കണം. എന്നിൽ മാത്രമേ ഇത് കടന്നു വരികയുള്ളൂ. ഈ ടോയിൻ എടുത്തു കഴിഞ്ഞാൽ മിഡിൽ ഭാഗത്തിട്ട് കെട്ടണം. കണ്ടല്ലോ, മിഡിൽ ഭാഗം. ഇങ്ങനെ ടോയിൻ കെട്ടി ആവശ്യമില്ലാത്ത ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നു. ഇനി ഇവിടെ അഡ്രസ് ടാഗ് നമുക്ക് നൽകിയിട്ടുണ്ടാകും. ഈ അഡ്രസ് ടാഗിൽ നമ്മളോടൊപ്പം കമ്മീഷനിങ് ടേബിളിൽ എത്തിച്ചേരുന്ന സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സിഗ്നേച്ചറുകൾ വാങ്ങിയതിന് ശേഷം നമുക്ക് ഇവിടെ രേഖപ്പെടുത്തലുകൾ വരുത്തേണ്ടത് രേഖപ്പെടുത്തുക. ഏത് പോളിംഗ് സ്റ്റേഷനാണ്, ഏത് പഞ്ചായത്തിലേക്കാണ് എന്നൊക്കെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസി, ഡേറ്റ് ഓഫ് പോള്, ഡിസ്ട്രിക്റ്റ് എല്ലാം രേഖപ്പെടുത്തിയത് ഈ ടോയിനിട്ട് കെട്ടിവെച്ചിരിക്കുന്ന ടോയിനുമായിട്ട് കെട്ടുക. നല്ല നിലയിൽ 2-3 തവണ കെട്ടുക. കെട്ടിയതിന് ശേഷം വാക്സ്, മെഴുകുതിരി, തീപ്പെട്ടി എടുക്കുക. സീലും എടുക്കണമല്ലോ. നമുക്ക് തരുന്ന ഒരു സീല്, വാക്സ് ഉരുക്കി ഒഴിക്കാൻ. ഈ പറയുന്ന സീല് വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ട് വരുന്നത്. നമുക്കൊരു ഹാർഡ് ബോർഡ് തന്നിരിക്കും. ആ ഹാർഡ് ബോർഡ് ഇപ്പൊ ഇല്ല, അതിന്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് സാറിന്റെ കയ്യിൽ വീഴല്. അപ്പൊ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുക. ഇങ്ങനെ സീൽ ചെയ്യുക. ആ കെട്ടിൽ തന്നെ നല്ലപോലെ
വീഴണം. അങ്ങനെ ഇത്തരത്തിൽ ഈ അഡ്രസ് ടാഗ് കെട്ടി ഇവിടെ വെക്കുക. ഒരു സെലോ ടോപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് ഒട്ടിച്ചു വയ്ക്കുക. കാരണം ഇത് ഈ അഡ്രസ് ടാഗ് ഈ പറയുന്ന ബാലറ്റ് ബട്ടൺ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്ന് വീഴാതിരിക്കാൻ വേണ്ടി നമ്മളത് സെലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് ഈ മെയിൻ ഡോറ് അടയ്ക്കുന്നു. അടച്ചു കഴിഞ്ഞാൽ മുകളിലും താഴെയും ടോയിൻ ഉപയോഗിച്ച് തന്നെ ഇപ്പോൾ കാണിച്ച രീതിയിൽ അഡ്രസ് ടാഗ് ഇട്ട് വാക്സ് ഉരുക്കി ഒഴിച്ച് സീൽ ചെയ്യുക. അഡ്രസ് ടാഗ് അപ്പോൾ ഇവിടെ വാക്സ് ഉരുക്കി വെക്കുന്നു, സീൽ ചെയ്യുന്നു. വെള്ളത്തിൽ മുക്കാത്തതുണ്ടോ? അപ്പൊ വെള്ളത്തിൽ മുക്കാത്തതിന്റെ ആ ഒരു ട്രബിൾ മനസ്സിലായില്ലേ? ചൂടായ സാധനം. അപ്പം ഇതിപ്പോ ഞാൻ പെട്ടെന്ന് ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്ന ഈ അഡ്രസ് ടാഗ്. ഇത് കുറച്ച് നീളമുള്ള ടോയിനിൽ കെട്ടി ബാക്ക് സൈഡിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സേഫ് ആയിട്ട് ഇരുന്നു കൊള്ളും. സെലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു വെക്കാം. അങ്ങനെ താഴെയും നമ്മൾ വാക്സ് സീലിംഗ് നടത്തിയിരിക്കണം. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് വരാം അല്ലെ. ഇതുപോലെ ഈ രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റിലും മൂന്നാമത്തെ ബാലറ്റ് യൂണിറ്റിലും അകത്ത് ബാലറ്റ് ലേബിന്റെ ബാക്ക് സൈഡിലും പുറത്ത് മുകളിലും താഴെയും അകത്തും ഈ 3 സീലിംഗ് നമ്മൾ നടത്തിയിരിക്കണം. പിന്നെ ബാലറ്റ് യൂണിറ്റ് പെട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ പെട്ടിയുടെ മുകളിൽ ടോയിൻ കെട്ടി അഡ്രസ് ടാഗ് വെച്ചാൽ മതിയാകും. പിങ്ക് പേപ്പർ സീൽ കൂടി വരുന്നു. ഇതാണ് സാധാരണ മറന്നുപോകാൻ സാധ്യതയുള്ളത്. ബാലറ്റ് യൂണിറ്റിൽ പിങ്ക് പേപ്പർ സീൽ എന്ന് പറഞ്ഞ സീല് കൂടി ഇവിടെ ആർഒയുടെ ഒപ്പ് രേഖപ്പെടുത്തിയായിരിക്കാം നമുക്ക് തരുന്നത്. ഏജന്റുമാരുടെ സിഗ്നേച്ചറുകൾ നമുക്ക് വാങ്ങാവുന്നതാണ്. 3 ബാലറ്റ് യൂണിറ്റിലും ഈ പിങ്ക് പേപ്പർ സീല് അതിന്റെ ആ സ്റ്റിക്കർ കോട്ടിങ് റിമൂവ് ചെയ്ത് ഒരെണ്ണം എക്സാമ്പിൾ നമുക്ക് കാണാം. ഇതാണ് പിങ്ക് പേപ്പർ സീല്. അതിലൊരു ഇലക്ഷൻ കമ്മീഷന്റെ എംബ്ലം മിഡിൽ ഭാഗത്തുണ്ടായിരിക്കും. ഈ ബാലറ്റ് യൂണിറ്റിന്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഈ അവസാന ബാലറ്റ് ബട്ടന്റെയും താഴെയായിട്ട് മിഡിൽ ഭാഗം ഇലക്ഷൻ കമ്മീഷന്റെ സീല് വരുന്ന രീതിയിൽ, ആ സിമ്പൽ വരുന്ന രീതിയിൽ വെച്ചു ബാക്ക് സൈഡിലേക്ക് കൊണ്ടുവന്നു ഒട്ടിക്കാം. ഇതാണ് പിങ്ക് പേപ്പർ സീലിന്റെ സീല്. അത് ഒന്നാമത്തെ ബാലറ്റ് യൂണിറ്റിലും രണ്ടാമത്തേതിലും മൂന്നാമത്തേതിലും നമ്മൾ മറക്കാതെ ചെയ്തിരിക്കണം. ഇപ്പോൾ ബാലറ്റ് യൂണിറ്റിന്റെ സീലിംഗ് ഓക്കെ ആയല്ലോ. പെട്ടിയിൽ വെച്ച് ഒരു സൈഡിൽ വാക്സ് ഉരുക്കി ഒഴിക്കാതെ അഡ്രസ് ടാഗ് വെച്ച് സീൽ ചെയ്യണം. പെട്ടിയിൽ വെക്കുമ്പോൾ വാക്സിങ് വേണ്ട, പക്ഷേ ടോയ്ലറ്റ് കെട്ടണം, അഡ്രസ് ടാഗും വെക്കണം. അപ്പൊ ആ അഡ്രസ് ടാഗിൽ നിന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും ഇത് ഏത് പോളിംഗ് സ്റ്റേഷനിലേക്കുള്ളതാണെന്ന്. അതുപോലെ തന്നെ കമ്മീഷനിങ്ങിന് വേണ്ടി ഈ ഡിവൈസുകൾ സപ്ലൈ ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് EVM ട്രാക്ക് എന്ന സോഫ്റ്റ്വെയറിലൂടെ കടന്നിട്ടായിരിക്കും ഓരോ ടേബിളിലേക്കും വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലെ യെല്ലോ പെയറിംഗ് സ്റ്റിക്കർ എന്ന് പറഞ്ഞ സ്റ്റിക്കർ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സിസ്റ്റം ജനറേറ്റ് ചെയ്തു തരുന്ന ആ ഒരു നമ്പറുകൾ ഉണ്ടാകും. അതായത് കൺട്രോൾ യൂണിറ്റിന്റെ നമ്പർ, ബാലറ്റ് യൂണിറ്റ് 3ന്റെ ഈ നമ്പർ ചേർന്ന് വരുന്ന ആ ഒരു പെയറിംഗ് സ്റ്റിക്കർ പ്രിന്റ് ചെയ്തെടുത്തിട്ട് ഇത് അതാത് പീസ് എടുത്തിട്ട് ഒട്ടിക്കണം ബാക്ക് സൈഡിൽ. ഈ സ്റ്റിക്കർ അവിടുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രിന്റ് ചെയ്യണം. ആ സമയത്ത് നമുക്ക് അത് പ്രിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ബ്ലാങ്ക് ആയിട്ടുള്ള ഈ യെല്ലോ സ്റ്റിക്കർ A4 സൈസ്, അപ്പൊ അത് ജനറേറ്റ് ചെയ്ത് വരും. നമ്മളത് പെയറിംഗ് ആയിട്ട്, ഇല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റും വേറെ ബാലറ്റ് യൂണിറ്റും ആയിട്ട് മാറി ഇതായി പോകും, മിക്സ് ആകാൻ പാടില്ല. അതിനാണ് ഈ പെയറിംഗ് സ്റ്റിക്കർ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി കൺട്രോൾ യൂണിറ്റിൽ കൂടി കാൻഡിഡേറ്റ് സെറ്റ് ബട്ടൺ ഇരിക്കുന്ന ഭാഗത്ത് നമുക്ക് സീൽ ചെയ്യാനുണ്ട്. അതുകൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയാൽ അവസാനിപ്പിക്കാം.
അപ്പോൾ കൺട്രോൾ യൂണിറ്റ് കാൻഡിഡേറ്റ് സെറ്റ് സെക്ഷൻ ബാറ്ററി സെക്ഷൻ സീൽ ചെയ്യുന്നതിന് വേണ്ടി മെയിൻ ഡോർ തുറന്നു ഈ ഇന്നർ ഡോർ അടയ്ക്കുന്നു. അടച്ചതിന് ശേഷം ടോയ്ലറ്റ് ഇവിടെ കെട്ടുന്നു. ടോയ്ലറ്റ് കെട്ടുന്നു. അഡ്രസ് ടാഗ് വേണ്ട എഴുത്തുകുത്തുകൾ നടത്തി ഹോളിലൂടെ കടത്തിവിട്ട് അഡ്രസ് ടാഗ് ഇവിടെ വെച്ച് കെട്ടുന്നു. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയുന്നു. കൺട്രോൾ യൂണിറ്റ് കൂടി വാക്സ് ഉരുക്കി ഒഴിക്കുന്നത് കാണിക്കുകയാണ്. ഈ ഡിവൈസ് കേടാകാതിരിക്കാൻ പോക്കറ്റ് വലിപ്പത്തിലുള്ള ഹാർഡ് ബോർഡോ കാർഡ് ബോർഡോ തന്നിരിക്കും. അതിന്റെ താഴെ വെച്ചുകൊണ്ട് അപ്പൊ ഉരുക്കി ഡ്രോപ്പ് ചെയ്യുന്നു. ഇതിങ്ങനെ വലുതായിരിക്കുമല്ലേ, നമ്മളിത് മടക്കി വെക്കാം. മടക്കി വെച്ചുകൊണ്ട് മെയിൻ ഡോറ് ബാറ്ററി സെക്ഷന്റെ മെയിൻ ഡോറ് അടയ്ക്കുന്നു. ടോയ്ലറ്റ് ബാറ്ററി സെക്ഷന്റെ മെയിൻ ഡോർ ഭാഗം ടോയ്ലറ്റ് കെട്ടുന്നു. ഇതിങ്ങനെ കൂടി ചെയ്യാം. ടോയ്ലറ്റ് കെട്ടിയത് ഇങ്ങോട്ട് നീക്കി രണ്ടും കൂടി ചേർത്തൊരു കെട്ട് കെട്ടിയാൽ അഡ്രസ് ടാഗ് എടുക്കുന്നു. വേണ്ട രേഖപ്പെടുത്തലുകൾ ഏജൻസിന്റെ ഒപ്പുകൾ വാങ്ങി ഇതും വാക്സ് ഉരുക്കി ഒഴിക്കുന്നു. വാക്സ് സീലിംഗ് നടത്തുന്നതിന് വേണ്ടി വെള്ളത്തിൽ മുക്കിയാൽ വളരെ എളുപ്പമായിരിക്കും നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ കൺട്രോൾ യൂണിറ്റിന്റെ വാക്സ് സീലിംഗ് കഴിഞ്ഞു. കൺട്രോൾ യൂണിറ്റിന്റെ 3 അല്ല 2 എണ്ണം. ബാലറ്റ് യൂണിറ്റിന്റെ നേരത്തെ കഴിഞ്ഞു. ഇനി കൺട്രോൾ യൂണിറ്റ് പെട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടിയുടെ ഒരു സൈഡിൽ ടോയ്ലറ്റ് കെട്ടി അഴിക്കാൻ പറ്റുന്ന രീതിയിൽ ടോയ്ലറ്റ് കെട്ടി അഡ്രസ് ടാഗ് വെച്ച് വാക്സ് സീലിംഗ് വേണ്ട. അപ്പൊ പെട്ടിയിൽ വാക്സ് സീലിംഗ് വേണ്ട. കമ്മീഷനിങ്ങിന്റെ കഴിഞ്ഞു.